എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വിവരണത്തിലേക്ക് സ്വാഗതം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മുന്നറിയിപ്പുമില്ല, ഒരു തെളിവ് പോലുമില്ല. പെട്ടെന്നൊരു ദിവസം ഒരു രാജ്യത്തിന്റെ മുഴുവൻ സമ്പത്തും സൂക്ഷിക്കുന്നിടത്തു നിന്ന് കോടിക്കണക്കിന് ഡോളർ അങ്ങ് അപ്രത്യക്ഷമാവുന്നു. ഇത് ലോകം കണ്ട ഏറ്റവും വലിയ സൈബർ കൊള്ളകളിൽ ഒന്നിന്റെ കഥയാണ്. 81 മില്യൺ ഡോളർ, അതായത് ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റിയാൽ ഏകദേശം 670 കോടി രൂപ. ഒറ്റ രാത്രി കൊണ്ടാണ് ഇത്രയും വലിയൊരു തുക ഒരു സെൻട്രൽ ബാങ്കിൽ നിന്ന് അപ്രത്യക്ഷമായത്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോ ഇതാണ് ഏറ്റവും വലിയ ചോദ്യം. തോക്കില്ല, ബോംബില്ല, എന്തിന് ഒരു കള്ളൻ പോലും ആ ബാങ്കിന്റെ പടി ചവിട്ടിയിട്ടില്ല. എന്നിട്ടും ഇത്രയും ഭീമമായൊരു തുക എങ്ങനെയാണ് അപ്രത്യക്ഷമായത്? നമുക്കൊരുമിച്ച് ഇതിന്റെ ചുരുളഴിക്കാം. നമ്മുടെ കഥ തുടങ്ങുന്നത് ബംഗ്ലാദേശിന്റെ സെൻട്രൽ ബാങ്കിലാണ്. ഒരു സാധാരണ പ്രവൃത്തി ദിവസത്തിന്റെ അവസാനം എല്ലാവരും വീടുകളിലേക്ക് മടങ്ങി. ബാങ്കിൽ പൂർണ്ണ നിശബ്ദത. പക്ഷേ ആ നിശബ്ദതയുടെ മറവിൽ ഡിജിറ്റൽ ലോകത്ത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു കൊള്ളയ്ക്ക് കളമൊരുങ്ങുകയായിരുന്നു. അപ്പോ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് നമ്മൾ കാണുന്ന ഏതെങ്കിലും ഒരു സാധാരണ ബാങ്കല്ല. ഇത് ബംഗ്ലാദേശ് ബാങ്കാണ്. ഒരു രാജ്യത്തിന്റെ മുഴുവൻ കരുതൽ ധനവും സൂക്ഷിക്കുന്ന ഇടം. അതായത് രാജ്യത്തിന്റെ സാമ്പത്തിക ഹൃദയം. അവിടെ നിന്ന് പണം നഷ്ടപ്പെട്ടാൽ അത് രാജ്യത്തിനെ തന്നെ പിടിച്ചുലക്കുന്നൊരു സംഭവമായി മാറും. അത്രയ്ക്ക് ഗുരുതരമായിരുന്നു അവസ്ഥ. ഈ കൊള്ളയുടെ യഥാർത്ഥ ആഘാതം നമുക്ക് മനസ്സിലാകണമെങ്കിൽ ആ പണം ആരുടേതായിരുന്നു എന്ന് നമ്മൾ ആദ്യം അറിയണം. കാരണം അത് വെറുമൊരു അക്കൗണ്ടിലെ കുറച്ച് അക്കങ്ങൾ മാത്രമായിരുന്നില്ല. ഈ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഇത് ആ രാജ്യത്തെ സാധാരണക്കാരായ കഠിനാധ്വാനം ചെയ്യുന്ന കർഷകരുടെയും തൊഴിലാളികളുടെയുമൊക്കെ പണമായിരുന്നു. അവരുടെ വിയർപ്പിന്റെ വില. അതുകൊണ്ടാണ് ഈ മോഷണം വെറുമൊരു സാമ്പത്തിക നഷ്ടമെന്നതിലുപരി ആ രാജ്യത്തിന്റെ ഹൃദയത്തിനേറ്റ ഒരു മുറിവായി മാറിയത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. പോലീസ് അന്വേഷിക്കാൻ വരുമ്പോൾ അവിടെ ഒരു വാതില് പോലും പൊളിച്ചിട്ടില്ല, ഒരു ലോക്കറും തുറന്നിട്ടില്ല. എല്ലാം പെർഫെക്റ്റ്, ഒരു കുഴപ്പവുമില്ല. കാരണം ഈ കവർച്ച നടന്നത് നമ്മുടെ ഈ ലോകത്തല്ല, മറിച്ച് കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളുടെ ആർക്കും കാണാൻ കഴിയാത്ത ആ നിഗൂഢ ലോകത്തായിരുന്നു. അപ്പോ എങ്ങനെയാണ് അവരിത് ചെയ്തത്? അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം. അവർ ശരിക്കും ഒരു ഡിജിറ്റൽ പ്രേതത്തെ പോലെയായിരുന്നു. ആരും അറിയാതെ ബാങ്കിന്റെ സിസ്റ്റത്തിനുള്ളിലേക്ക് കയറി അവർക്ക് വേണ്ടത് ചെയ്തു. എന്നിട്ട് വന്നതുപോലെ തന്നെ ഒരു തുമ്പും അവശേഷിപ്പിക്കാതെ അപ്രത്യക്ഷരായി. ഇതിനൊരു പേരുണ്ട്. വിദഗ്ധർ ഇതിനെ വിളിക്കുന്നത് ട്രാൻസ്നാഷണൽ സൈബർ ഹീസ്റ്റ് എന്നാണ്. പേരുകേട്ട് പേടിക്കണ്ട, സിമ്പിളാണ്. ലോകത്തിന്റെ ഒരു കോണിലിരുന്ന് ഇന്റർനെറ്റ് ഉപയോഗിച്ച് മറ്റേ കോണിലുള്ളൊരു ബാങ്കിനെ കൊള്ളയടിക്കുക. അതിർത്തികളില്ലാത്ത ഒരു ഡിജിറ്റൽ കവർച്ച. അതാണ് സംഭവം. അവരുടെ പ്ലാനിംഗ് അത് കൃത്യമായിരുന്നു. നോക്കൂ, ആദ്യം അവർ മാസങ്ങളോളം സമയമെടുത്താണ് ബാങ്കിന്റെ സിസ്റ്റത്തിലേക്ക് നുഴഞ്ഞു കയറിയത്. എല്ലാം പഠിച്ചു. എന്നിട്ട് കൃത്യമായ അവസരം വന്നപ്പോൾ അവർ സിസ്റ്റത്തിന് വ്യാജ നിർദ്ദേശങ്ങൾ കൊടുത്തു. പണം പല രാജ്യങ്ങളിലുള്ള അക്കൗണ്ടുകളിലേക്ക് മാറ്റാൻ. പണം കൈക്കലാക്കിയ ശേഷം തങ്ങളുടെ ഡിജിറ്റൽ കാൽപ്പാടുകൾ, അതായത് തെളിവുകൾ, പൂർണ്ണമായും മായ്ച്ചു കളഞ്ഞു. എന്നിട്ട് അപ്രത്യക്ഷരായി. ഒരു സിനിമ കാണുന്നത് പോലെയല്ലേ? ഈ മോഷണം പുറം ലോകം അറിഞ്ഞതോടെ അതുവരെ കാണാത്ത ഒരുതരം കുറ്റാന്വേഷണത്തിനാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. കാരണം ഇവിടെ വിരലടയാളം നോക്കിയിട്ട് കാര്യമില്ല. CCTV ദൃശ്യങ്ങൾക്കും ഒരു വിലയുമില്ല. ബംഗ്ലാദേശിൽ അപായമണി മുഴങ്ങിയതും ലോകമെമ്പാടും ഒരു ഡിജിറ്റൽ വേട്ട തുടങ്ങി. പണം എങ്ങോട്ടുപോയി, ആരുടെ കയ്യിലെത്തി, ഓരോ സെക്കൻഡ് നിർണായകമായിരുന്നു. കാരണം സമയം പോകുന്തോറും പണം വീണ്ടെടുക്കാനുള്ള സാധ്യത കുറഞ്ഞുകൊണ്ടേയിരുന്നു. അതൊരു ഭ്രാന്തമായ ഓട്ടമായിരുന്നു. ഈയൊരു കേസ് ബംഗ്ലാദേശിന് മാത്രം ഒറ്റയ്ക്ക് തീർക്കാൻ പറ്റുന്നതായിരുന്നില്ല. കാരണം പണം പോയത് പല രാജ്യങ്ങളിലേക്കാണ്. അതുകൊണ്ട് ബംഗ്ലാദേശിലെ അധികാരികളും അമേരിക്കയിലെ നിയമപാലകരും ഒരുമിച്ചിതിനുവേണ്ടി ഇറങ്ങി. ഇതൊരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്: സൈബർ കുറ്റകൃത്യങ്ങൾക്ക് അതിർത്തികളില്ല. പക്ഷേ എല്ലാവരുടെയും മനസ്സിൽ ഒരേ ഒരു ചോദ്യമായിരുന്നു: ആരാണിത് ചെയ്തത്? ഇത്രയും സങ്കീർണമായ, ഇത്രയും ധൈര്യത്തോടെയുള്ളൊരു ഓപ്പറേഷൻ നടത്താൻ ആർക്കാണ് കഴിയുക? ഇതൊരു സാധാരണ ഹാക്കർമാരുടെ പണിയല്ലെന്നുറപ്പായിരുന്നു. അന്വേഷണം മുന്നോട്ടു പോകുന്തോറും സംശയത്തിന്റെ സൂചിമുനകൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ദിശയിലേക്കാണ് നീങ്ങിയത്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. അന്വേഷണം ചെന്നെത്തിയത് ഒരു രാജ്യത്തിന് നേരെയായിരുന്നു: ഉത്തര കൊറിയ. ഇതൊരു സാധാരണ ക്രിമിനൽ സംഘമല്ല, മറിച്ച് ഉത്തര കൊറിയ എന്ന രാജ്യം തന്നെ നേരിട്ട് നടത്തുന്ന ഒരു ഹാക്കർ ഗ്രൂപ്പാണ് ഇതിന് പിന്നിലെന്നായിരുന്നു കണ്ടെത്തൽ. ഞെട്ടിക്കുന്നൊരു വെളിപ്പെടുത്തലായിരുന്നു അത്. കുറ്റവാളികൾ ആരാണെന്ന് ഏതാണ്ട് ഒരു ധാരണയായി. പക്ഷേ ഈ കഥയ്ക്ക് ഒരു ശുഭപര്യവസാനമുണ്ടായില്ല. ഇതാണ് ഈ കഥയിലെ ഏറ്റവും വലിയ ദുരന്തം. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു, പക്ഷെ ആ മോഷ്ടിക്കപ്പെട്ട 81 മില്യൺ ഡോളറിലെ ഭൂരിഭാഗവും ഇന്നും കിട്ടിയിട്ടില്ല. ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർ, ആ യഥാർത്ഥ കുറ്റവാളികൾ ഇപ്പോഴും ശിക്ഷിക്കപ്പെടാതെ പുറത്തുണ്ട്. ഓർക്കുന്നുണ്ടോ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്? ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി എന്ന്. ആ ഞെട്ടൽ അതിന്നും ബംഗ്ലാദേശിലെ ഓരോ സാധാരണക്കാരൻ്റെയും മനസ്സിലുണ്ട്.
സ്വന്തം അധ്വാനത്തിന്റെ ഫലം കൺമുന്നിൽ വെച്ച് ആവിയായി പോയതിന്റെ ഞെട്ടൽ. അപ്പോൾ ഈ സംഭവം നമ്മളെല്ലാവരോടും ഒരു വലിയ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒരു വാതിൽ പോലും തുറക്കാതെ ഒരു ബാങ്ക് മൊത്തത്തിൽ കൊള്ളയെടുക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ പണം എത്രത്തോളം സുരക്ഷിതമാണ്? ഒരു കീബോർഡിലെ കുറച്ച് ക്ലിക്കുകൾ കൊണ്ട് തകർക്കാൻ പറ്റുന്ന ഒന്നാണോ നമ്മുടെയൊക്കെ സാമ്പത്തിക സുരക്ഷ? ഡിജിറ്റൽ ലോകത്ത് നമ്മൾ ശരിക്കും സേഫാണോ? ഇത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. പുതിയൊരു വിഷയവുമായി അടുത്ത തവണ കാണാം. നന്ദി.